ഇന്ത്യയുടെ സമകാലിക രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലവും ഇന്നത്തെ സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേർന്ന ചില ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്സ്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘാടനങ്ങൾ, കർത്തൃത്വങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു നേച്ചർ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ചില ആലോചനകൾ പങ്കുവെക്കാനാണ് ഈ പാനൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മോടൊപ്പം ഇവിടെ ചേരുന്നത് ഡോക്ടർ ഷാഹുൽ ഹമീദ് നൂറാനി. അദ്ദേഹം ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, ഗീതം യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരാള് നമ്മോട് കൂടി ചേരുന്നത് ഡോക്ടർ നൌഷാദ് ഹുദവി പുതുപ്പറമ്പ്. അതുപോലെ അദ്ദേഹത്തിന്റെ PhD കമ്മ്യൂണിക്കേറ്റിംഗ് ദ പൊളിറ്റിക്കൽ ഫ്രെയിംസ് ഓഫ് ഇലക്ഷൻ ക്യാമ്പയിൻസ് ആൻഡ് മീഡിയ ഇൻ കേരള എന്ന ടോപ്പിക്കിൽ സെന്റർ ഫോർ മീഡിയ ആൻഡ് കൾച്ചർ, ജാമിയ മില്ലിയ ഇസ്ലാമിയ, ന്യൂഡൽഹിയിൽ നിന്നാണ്. പലപ്പോഴും സബാൾട്ടൻ ഡിസ്കോഴ്സിൽ വളരെ പ്രസക്തമായ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു വർക്കായിരുന്നു ഗായത്രി ചക്രവർത്തി സ്പിവാക്കിന്റെ ക്യാൻ സബാൾട്ടൻ സ്പീക്ക് എന്ന് പറയുന്ന വർക്ക്. അഥവാ സബാൾട്ടൻസിനെ സ്പീക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം. അപ്പൊ അതിനെക്കുറിച്ച് ഉരുത്തിരിഞ്ഞു വരുന്ന ഡിസ്കഷന് ശേഷം മറ്റൊരവസരത്തിൽ സ്പിവാക്ക് തന്നെ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സബാൾട്ടൻസ് സംസാരിക്കുന്നുണ്ട്, പക്ഷേ മറ്റുള്ളവർ അത് കേൾക്കുന്നില്ല അല്ലെങ്കിൽ കേൾക്കപ്പെടാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു മറുപടി. അപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയങ്ങളെ അടയാളപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് മുസ്ലിങ്ങൾ മറ്റേത് ജനവിഭാഗങ്ങളെയും പോലെ തന്നെ അവരുടെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ അധികാരങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി സംസാരിക്കുകയും പോരാടുകയും അതല്ലെങ്കിൽ സംഘടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം സൊസൈറ്റി എത്രത്തോളം അതിനെ കേൾക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്ലൈറ്റ് നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അഥവാ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉണ്ടായ ചേഞ്ചസിനെ കുറിച്ച് ഫൈസൽ ദേവ്ജി അഭിപ്രായപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഓട്ടോണോമി നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘങ്ങള് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏത് രൂപത്തിലായിരുന്നോ മുസ്ലിം ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചിരുന്നത്, അത്തരമൊരു സാഹചര്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായി വരുന്നതോടുകൂടി മുസ്ലിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ഓട്ടോണോമി നഷ്ടപ്പെടുന്നതായി അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു കാരണമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാജ്യം ഇമാജിൻ ചെയ്യപ്പെടുന്നത് തന്നെ വളരെ ഡിഫറൻ്റ് ആയ ഒരു രീതിയിലാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏത് രൂപത്തിലാണോ യൂറോപ്പിലെ സ്റ്റേറ്റുകൾ, ചെറിയ ചെറിയ നാഷൻ സ്റ്റേറ്റ്സ് രൂപപ്പെട്ടത്, വളരെ ഏകശിലാത്മകവും വളരെ ഏകത്വത്തിൽ അധിഷ്ഠിതമായ ദേശരാഷ്ട്രങ്ങൾ യൂറോപ്പിൽ രൂപപ്പെട്ടു വന്ന സമയത്ത് ഏകദേശം അതിന് സമാനമായ രീതിയിലാണ് ഇന്ത്യയെ വിഭാവനം ചെയ്യാൻ ഇന്ത്യയിലെ മാറി വന്ന ഗവൺമെന്റുകൾ ശ്രമിച്ചിട്ടുള്ളത് എന്നതാണ്. ഉദാഹരണത്തിന് അതിന് വിഘാതമായി അതല്ലെങ്കിൽ ഒരു യൂണിറ്ററി രൂപത്തിലുള്ള രാജ്യത്തെ പടുത്തുയർത്തുക എന്നതാണ് ഇന്ത്യൻ രാഷ്ട്ര നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വിരുദ്ധമായ ചില ആശയങ്ങൾ നമുക്ക് ഭരണഘടനയിൽ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് കശ്മീരിന് കൊടുത്തിട്ടുള്ള ഓട്ടോണോമി, അതുപോലെ റിസർവേഷൻ പോളിസികൾ, മറ്റ് മുസ്ലിം പേഴ്സണൽ ലോ എന്നൊക്കെ പറഞ്ഞ് ചില നോൺ യൂണിറ്ററി പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ടെമ്പററി ആയിട്ട് സാങ്ഷൻ ചെയ്തിട്ടുള്ള ചില പ്രൊവിഷൻസ് ആണ് എന്നാണ് ദേവ്ജി നിരീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വാഭാവികമായും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിങ്ങളും അതുപോലെ ഒരു നോൺ യൂണിറ്ററി പാർട്ടായി ഗണിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ്. ഉദാഹരണത്തിന് അർജുൻ അപ്പാദരയെ പോലുള്ള ആന്ത്രപ്പോളജിസ്റ്റുകൾ നിരീക്ഷിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഏത് രൂപത്തിലാണ് പുതിയൊരു രാജ്യം അഥവാ സ്വാതന്ത്ര്യത്തിന് ശേഷം അഥവാ പാർട്ടീഷന് ശേഷം പുതിയൊരു രാജ്യം രൂപപ്പെടുന്ന സമയത്ത് ഈ പുതിയ രാജ്യത്തിന്റെ സോവറിനിറ്റിക്ക് മുസ്ലിങ്ങൾ എങ്ങനെയാണ് ത്രട്ടായി ഗണിക്കപ്പെട്ടത് എന്ന് അപ്പാദുരെ നിരീക്ഷിക്കുന്നുണ്ട്. സമാനമായി നമുക്ക് ഒരുപാട് സ്കോളേഴ്സിന്റെ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് മെനി പാകിസ്ഥാൻസ് എന്ന് പറയുന്ന ഒരു പ്രയോഗം
ഉണ്ട്. ഉദാഹരണത്തിന് റൊവീന റോബിൻസൺ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ആണ് ഈ ഒരു ഐഡിയയെ കുറിച്ച് സംസാരിക്കുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മുസ്ലിം എൻക്ലേവുകൾ അഥവാ സ്വാതന്ത്ര്യാനന്തരം അണ്ടർ ഡെവലപ്മെന്റ് അതുപോലെ സ്ട്രക്ചറൽ വയലൻസിന്റെയും ഒക്കെ ഫലമായി ഇന്ത്യയിൽ രൂപപ്പെട്ട ഗട്ടോകൾ അതല്ലെങ്കിൽ മുസ്ലിം എൻക്ലേവുകൾ ഏത് രൂപത്തിലാണ് മറ്റ് കമ്മ്യൂണിറ്റി മെയിൻ സ്ട്രീം സൊസൈറ്റി ഇതിനൊക്കെ ഏത് രൂപത്തിലാണ് സ്റ്റേറ്റിന് ഭീഷണിയാകുന്ന പാകിസ്ഥാൻ എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് അവരിതിൽ സംസാരിക്കുന്നത്. ഈവൻ അതിൻ്റെ ഒരു രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ താരതമ്യേന വളരെ ഡിഗ്നിറ്റിയിലും അതുപോലെ പ്രോസ്പെരിറ്റിയിലും കഴിയുന്ന കുറ്റിച്ചിറ പോലുള്ള മുസ്ലിം എൻക്ലേവുകൾക്ക് നേരെ പോലും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നതായിട്ട് ചില റിസർച്ചേഴ്സ് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിലൊരു മുസ്ലിം പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ആശയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പ്രത്യേകിച്ചും പിന്നെ മുസ്ലിങ്ങളുടെ സംഘാടനം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസിന് ശേഷം പ്രധാനമായി സംഭവിച്ചത് കൾച്ചറൽ റിലീജിയസ് റൈറ്റ്സിന് വേണ്ടി മാത്രമാണ് പിന്നെ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യാനന്തരം സംഘടിച്ചത് എന്നുള്ളതാണ് പ്രധാനമായി. പൊളിറ്റിക്കലി സംഘടിക്കാനുള്ള മുസ്ലിങ്ങളുടെ അവകാശം പൂർണ്ണമായി മുസ്ലിങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നില്ല, അതല്ലെങ്കിൽ സൊസൈറ്റി നൽകുന്നില്ല. ഇവിടുത്തെ സിസ്റ്റം അത്തരം രൂപത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട്. പക്ഷെ അതിനൊരു മാറ്റം ഉണ്ടായി വരാൻ 2006 സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ശേഷം 2019 സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്നീ പറയുന്ന ഇവന്റുകൾ വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈവൻ സച്ചാർ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, അതിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എംപിരിക്കൽ ഡാറ്റ, മുസ്ലിങ്ങളുടെ ബാക്ക്വേർഡ്നെസ്സിനെ എംപിരിക്കലി പ്രൂവ് ചെയ്താൽ മാത്രമേ മുസ്ലിങ്ങൾക്കൊരു സാമൂഹികവും റിലീജിയസുമായ അധികാരങ്ങൾക്ക് പുറമെ സിറ്റിസൺഷിപ്പ് റൈറ്റ്സും എഡ്യൂക്കേഷണൽ റൈറ്റ്സ് റെപ്രസെന്റേഷൻ ഒക്കെ സാധ്യമാവുകയുള്ളൂ എന്ന് സച്ചാർ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ അതിനെ ഫോളോ ചെയ്ത് ഒരുപാട് സംസ്ഥാനങ്ങളിലൊന്നും എന്തെങ്കിലും തരത്തിലുള്ള എന്യൂമറേഷൻ അതല്ലെങ്കിൽ സർവേകളൊന്നും നടന്നിട്ടില്ല എന്നതൊരു മറ്റൊരു വസ്തുതയാണ്. കേരളം, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നടന്നത്. അതിൽ തന്നെ എഫക്റ്റീവായിട്ട് തെലങ്കാനയിൽ എന്താണ് ഇത്തരം ഒരു സെൻസസ് ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനും 4% സംവരണം മുസ്ലിങ്ങൾക്ക് സാധ്യമാക്കാനും തെലങ്കാനയിൽ സാധിക്കുകയുണ്ടായി. അപ്പോൾ തെലങ്കാനയിൽ വളരെ താരതമ്യേന ചെറിയ പാർട്ടിയായ വെറും 7 സീറ്റുകൾ മാത്രം അസംബ്ലിയിൽ ഓൺ ചെയ്യുന്ന മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കാണ്, പാർട്ടിയുടെ ഇടപെടലിലാണ് ഇത് സംഭവിച്ചത് എന്നതും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് മുസ്ലിം രാഷ്ട്രീയ മൂവ്മെന്റുകളുടെ സാധ്യത എന്താണ്, അതല്ലെങ്കിൽ എന്താണ് മുസ്ലിം രാഷ്ട്രീയ സംഘാടനം കൊണ്ട് സാധ്യമാക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഓവറോൾ ഒരു ഇൻട്രൊഡക്ഷൻ നൽകുക എന്നതാണ് ഞാൻ ഈ ഒരു സമയത്ത് ഉദ്ദേശിച്ചത്. എന്തായാലും നമുക്ക് ഈ ഒരു ടോപ്പിക്സിനെ സംബന്ധിച്ച് നമ്മളുടെ പാനലിസ്റ്റുകൾക്ക് സംസാരിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷാഹുൽ അമീദ് നൂറാനി സംസാരിക്കും. ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളത് ഒരു 2 കോട്ട്. ആ 2 കോട്ട് വളരെ സക്സിങ്റ്റീവ്ലി അത് ഇന്ത്യയിലെ മുസ്ലിം പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കവർ ചെയ്യുന്നുണ്ട്. UP ഈ അടുത്ത് നടന്ന ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ അവിടുത്തെ ഒരു ദളിത് കോൺഗ്രസ് ലീഡർ ഒരു മുസ്ലിം ക്രൗഡിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം നാഷണൽ തലത്തിൽ ഒരു സിവിൽ സൊസൈറ്റി ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഹർഷ് മന്ദർ അത് കോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ദളിത് ലീഡർ മുസ്ലിം ക്രൗഡിനോട് പറയാണ്, ബൈ ഓൾ മീൻസ് കം ഇൻ ലാർജ് നമ്പേഴ്സ് in our rallies, but don't come with your skull cap and burqa. അത് ഈ ക്രൗഡിനോട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ നമ്മുടെ സദസ്സിലേക്ക്, റാലികളിലേക്ക് വലിയ ജനാവലിയോട് തന്നെ വരിക, പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്കൾ ക്യാപ്പോ ബുർഖയോ ആയിട്ട് വരരുത്. ഇനി അടുത്ത കോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 30% മുസ്ലിങ്ങൾ വരുന്ന സംസ്ഥാനമായിട്ടുള്ള അസം ഭരിക്കുന്ന ആ ഒരു ചീഫ് മിനിസ്റ്റർ ഹിമന്ത് ബിശ്വ ശർമ്മ
അദ്ദേഹം ഈ അടുത്ത് ഒരു മീഡിയ ഔട്ട്ലെറ്റിന് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയാണ്, BJP doesn't need Mia's vote. When election comes, I myself will request them not to vote for us. അതായത് ഞങ്ങൾക്ക് ഒരിക്കലും മിയ വോട്ട് അതല്ല മുസ്ലിം വോട്ട് BJPക്ക് ആവശ്യമില്ല. ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നത് നമ്മൾക്കൊരിക്കലും നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. ഇത് ഇന്ത്യ ഭരിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള BJPയുടെ മുസ്ലിങ്ങളെ കുറിച്ചുള്ള പെർസെപ്ഷനാണ് ഇത് സൂചിപ്പിക്കുന്നതെങ്കിൽ, നേരെ എതിർവശത്ത് ഞങ്ങളെ ഒരിക്കലും ഒരു മുസ്ലിം പാർട്ടി ആയിട്ട് നിങ്ങൾ സ്റ്റാമ്പ് ചെയ്യരുത്, ഡോണ്ട് കോൾ ആസ് മുസ്ലിം പാർട്ടി. മുസ്ലിമുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഇന്ത്യയിലെ വലിയ സോകോൾ സെക്യുലറിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസിന്റെ അപ്രോച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, മുസ്ലിം പൊളിറ്റിക്സ് അല്ലെ മുസ്ലിം ഇഷ്യൂ എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മാർജിന്റെ പുറത്തേക്ക് എത്തിക്കുന്നതിൽ ഹിന്ദു നാഷണലിസത്തിന്റെ രാഷ്ട്രീയ രൂപത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ മുസ്ലിം പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ഇന്ത്യയിലെത്തത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതിനെ ഹിന്ദു നാഷണലിസത്തിന്റെ അപ്രോച്ചും ഹിന്ദു നാഷണലിസത്തിന്റെ രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് തന്നെ ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. കാരണം 1925 RSS രൂപീകരിക്കുന്ന സമയത്ത് RSSന്റെ സ്റ്റേറ്റഡ് പൊസിഷനാണ് മുസ്ലിം പൊളിറ്റിക്കൽ അതല്ലെങ്കിൽ മുസ്ലിം ഐഡന്റിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും പൂർണ്ണമായിട്ട് എടുത്തൊഴിവാക്കണമെന്നുള്ള ഒരു സ്റ്റേറ്റഡ് പൊസിഷനുമായിട്ടാണ് ഈ RSS രൂപീകരിക്കുന്നത്. RSS രൂപീകരിച്ച് അത് മെയിൻ സ്ട്രീമിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. 1950കളിൽ ജനസംഘ് രൂപീകരിച്ച് ഒരു രാഷ്ട്രീയ ഔട്ട്ലെറ്റ് ആയിട്ട് രാഷ്ട്രീയ ഔട്ട്ഫിറ്റ് ആയിട്ട് ജനസംഘ് രൂപീകരിക്കപ്പെട്ടെങ്കിലും ഈ ഒരു അജണ്ട ഒരിക്കലും മെയിൻ സ്ട്രീമിൽ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ജനസംഘ് തങ്ങളുടെ ഒഫീഷ്യൽ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആണ് എന്ന് RSS ഡിക്ലെയർ ചെയ്തിട്ടില്ല. 1980 ജനസംഘിനെ ഒഴിവാക്കി ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ച സമയത്തും പൂർണ്ണമായിട്ടും RSSന്റെ ഐഡിയോളജിയും BJPയുടെ പൊളിറ്റിക്കൽ ട്രാക്കും ഒരേ ലൈനിലായിരുന്നില്ല. എത്ര വേണമെന്ന് ചോദിച്ചാൽ 1998, 99, 2001 ഈ 3 സമയത്തും BJP ഇന്ത്യയുടെ അധികാരത്തിൽ വന്ന സമയത്തും അവരുടെ അജണ്ടയായിട്ടുണ്ടായിരുന്നത് ഒരു മോഡറേറ്റ് ഹിന്ദുത്വം ആയിരുന്നെങ്കിൽ ഹിന്ദു നാഷണലിസം ഐഡിയോളജി ആക്കി വെച്ചിരുന്ന RSS അത്ര തന്നെ ഈ ഐഡിയോളജിയുമായിട്ട് എഗ്രി ചെയ്തിരുന്നില്ല. 2014 വാസ് എ ഷിഫ്റ്റ്. 2014 ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പാർട്ടി ഹിന്ദുത്വം എന്നുള്ളത് ഞങ്ങളുടെ ഐഡിയോളജിക്കൽ പൊസിഷനാണ് പ്ലസ് ഡെവലപ്മെന്റലിസം എന്നുള്ള ഇലക്ടോറൽ ക്യാമ്പയിനുമായിട്ട് ഭരണം കീഴടക്കുന്നു. 2014 മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPക്ക് സ്വന്തമായിട്ട് കോയലീഷൻ പാർട്ടികളുടെ സപ്പോർട്ട് ഇല്ലാതെ ആന്റി മുസ്ലിം വെനം ഗ്രൗണ്ടിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് അവര് 2014 ഭരണത്തിലേക്ക് വരുന്നത്. 2014 പ്രത്യേകത ഒന്നുകൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ദ്രപ്രസ്ഥ ഭരിക്കുന്ന പാർട്ടിക്ക് ലോക്സഭയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം പ്രതിനിധിയായിട്ട് ആരും ആ ലോക്സഭയിലില്ല. രണ്ടാമത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം ക്യാബിനറ്റ് മെമ്പർ ഇല്ലാതെ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്നു. 2014 നിന്ന് 19 ആയപ്പോഴേക്ക് ഒരു പടി കൂടെ അതല്ല 2 പടി കൂടെ മുന്നോട്ട് പോയിട്ട് രാജ്യസഭയിലോ ലോകസഭയിലോ ഒരു മുസ്ലിം പോലും ഭരിക്കുന്ന പാർട്ടിക്ക് ഇല്ലാതായി മാറുന്നു. ക്യാബിനറ്റ് മന്ത്രി പദവി എന്ന് മാത്രമല്ല ഒരു മന്ത്രി പോലും ഈ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തില്ലാതായി മാറുന്നു. ഇന്ത്യയിലെ എന്ന് മാത്രമല്ല നമ്മൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ഒരൊറ്റ നിയമസഭയിലും മുസ്ലിം പ്രതിനിധിയായിട്ട് BJPയുടെ ഒരാളും ഇല്ല എന്നുള്ള സിറ്റുവേഷൻ വരുന്നു. ഈ മാർജിനിലേക്ക് ഒരു വശത്തേക്ക് ഹിന്ദു നാഷണലിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങളെ കൊണ്ടുപോയിടുമ്പോൾ മറുവശത്ത്
2019 ലോക്സഭാ ഇലക്ഷനിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്യുലർ പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസ് അവരുടെ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ എത്രമാത്രം പെർസെന്റേജ് ആണ് മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? 14% വരുന്ന മുസ്ലിങ്ങൾക്ക് അവര് നൽകിയിരിക്കുന്ന അവരുടെ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ നൽകിയിരിക്കുന്ന റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് 6 or 6.5%. ഹൗ കെൻ യു എക്സ്പെക്ട്, ഐ മീൻ നിങ്ങൾക്ക് കൊടുക്കുന്ന ഇൻപുട്ട് 6 or 6.5%, നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരിക്കലും 14% റെപ്രസെന്റേഷൻ ആയിട്ട് വരില്ല. ഈ ഒരു പ്രോബ്ലം എന്ന് മാത്രമല്ല, ഇലക്ഷൻ ക്യാമ്പയിനുകൾ, നാഷണൽ ഇലക്ഷൻ ആണെങ്കിലും സ്റ്റേറ്റ് ഇലക്ഷനുകളാണെങ്കിലും സ്റ്റാർ ക്യാമ്പയിൻ ലിസ്റ്റുകളിൽ നിന്നും മുസ്ലിം പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ മുഴുവനായിട്ട് ഒഴിവാക്കുന്നു. ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് സോ കോൾഡ് സെക്യുലർ മുസ്ലിം ലീഡർഷിപ്പിനോട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരരുത്, യു ഗോ ടു മുസ്ലിം ഗെറ്റോസ് എന്ന ഇൻസ്ട്രക്ഷൻ കോൺഗ്രസ് എന്നല്ല മറ്റു പാർട്ടികൾ കൂടെ നൽകുന്നു. SP പോലുള്ള പാർട്ടികള് അവര് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വി ആർ നോട്ട് അസോസിയേറ്റിംഗ് വിത്ത് മുസ്ലിംസ്. എങ്ങനെയാണ് ഇത്രയും 14% വരുന്ന ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു റിലീജിയസ് ടീമിനെ ഇത്രയും മാർജിനിലേക്ക് അവർക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് 2 ആസ്പെക്ട് നമ്മൾ ഇതെന്ന് മനസ്സിലാക്കണം. ഒരു വശത്ത് സോഷ്യലി ഇക്കണോമിക്കലി മാർജിന്റെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ ഇൻസിഡന്റും പോളിറ്റിസൈസ് ചെയ്യുന്നു, ഇലക്ടോറൽ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മുസ്ലിം ജനിക്കുകയാണെങ്കിൽ ജനസംഖ്യാ വർധനവ്, നാഷണൽ ത്രെട്ട്, നാഷണൽ പ്രോബ്ലം. ആ ഒരു കുട്ടി ജനിച്ച് ഇനി ജനനം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ കൊടുക്കുന്ന നാരേറ്റീവ് എന്താ? ദേ ഡോണ്ട് ഗോ ടു ജനറൽ സ്കൂൾസ്, ദേ ഗോ ടു മദ്രസാസ്. മദ്രസ again it's a terrorist spot. You create terrorist in madrasa. മദ്രസ കഴിഞ്ഞ് ഇനി നമ്മൾ എംപ്ലോയ്മെന്റ് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന സമയത്ത് പീപ്പിൾ സേ അൺഎംപ്ലോയ്മെന്റ് ഈസ് ബിക്കോസ് ഓഫ് ഹൈ പോപ്പുലേഷൻ. Muslims are behind this, overpopulation. Again, Muslims ആണ് ഇവിടെ പ്രശ്നമായിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന മുസ്ലിം കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അവിടെ ട്രിപ്പിൾ തലാഖ്, അവര് വുമനെ ഒപ്രസ് ചെയ്യുന്നു, അവര് മോഡേൺ അല്ല, ട്രിപ്പിൾ തലാഖ്, അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നു, പോളിഗമി ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു മുസ്ലിം മരിച്ച് ഖബർസ്ഥാനിലേക്ക് പോകുന്ന 2017 UP ഇലക്ഷൻ ക്യാമ്പയിൻ, ഖബർസ്ഥാൻ ഷൻഷാൻ. ഖബർസ്ഥാൻ ഇന്ത്യയിലെ പ്രൈം സ്പോട്ടുകളെല്ലാം ഓക്യുപ്പൈ ചെയ്യുന്നു. അവർ ദേ ആർ എൻകറേജിംഗ് അപ്പോൺ അവർ ലാൻഡ്. വൈ കാന്റ് ടു ബേൺ യുവർ ബോഡീസ്? ഇങ്ങനെ ഓരോ ഇൻസിഡന്റും പൊളിറ്റിക്കലി ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഒരു വശത്ത് നടക്കുമ്പോൾ, മറ്റേ വശത്ത് സെക്യുലർ പാർട്ടീസ് ദേ ഡോണ്ട് വാണ്ട് us to be part of their platform. ഇങ്ങനത്തെ ഒരു ക്രൂഷ്യൽ സ്റ്റേജിലൂടെയാണ് മുസ്ലിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ റെപ്രസെന്റേഷൻ രാജ്യസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും സ്റ്റേറ്റ് അസംബ്ലികളിലാണെങ്കിലും representation now it's close to 5% of Lok Sabha. 14% population share ഉള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ലോക്സഭയിൽ കിട്ടുന്ന ഷെയർ 5%. റെപ്രസെന്റേഷണൽ ഡെഫിസിറ്റ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ക്ലോസ് ടു 9% പോയിന്റ്. ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കലി മാർജിനലൈസ്ഡ് ആയി പോകുന്നു. ഈ മാർജിനലൈസേഷൻ ഒരിക്കലും 2014 മുതൽ തുടങ്ങിയതല്ല, ഇതിന്റെ മുൻപ് തന്നെ തുടങ്ങിയതാണ്. പക്ഷെ ഇതൊരു ഫോർമലി പൊളിറ്റിക്കൽ അജണ്ടയാക്കി നാഷണലി ഒരു പാർട്ടി ഇതുമായിട്ട് എടുത്തു പോകുന്നു. ആ പാർട്ടിയെ പിന്തുടർന്നുകൊണ്ട് ബാക്കിയുള്ളവരും ഈ ഒരു അജണ്ട ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ത്രെട്ടായിട്ട് നമ്മൾ മുസ്ലിം പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം കാണേണ്ടത്. ഞാൻ ഇത്രമാത്രം ഒരു റിമാർക്ക് നൽകിയിട്ട് ബാക്കി സെഷനുകൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഡോക്ടർ നൗഷാദ് ഹുദവി പുതുപ്പറമ്പ് സംസാരിക്കും. അസ്സലാമു അലൈക്കും. മുസ്ലിം പൊളിറ്റിക്കൽ ഡിസ്കോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വളരെ ആധികാരികമായിട്ട് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ആലോചിക്കുന്നത്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ രൂപപ്പെട്ട ഒരു മൈനോറിറ്റി പൊളിറ്റിക്സിന്റെ ഭാവനകളെ കുറിച്ചുള്ള ഒരു ആമുഖം നൽകാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏകദേശം 1800കളുടെ അവസാനത്തോടു കൂടിയാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം
ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പുതിയ ആലോചനകൾ സ്വാഭാവികമായിട്ടും ലോകത്ത് തന്നെ പുതിയ ദേശരാഷ്ട്രങ്ങൾ രൂപപ്പെടുന്നു, നാഷണൽ സ്റ്റേറ്റ്, പുതിയ ജനാധിപത്യ സംവിധാനങ്ങളൊക്കെ വരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിലും ന്യൂനപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ആലോചനകൾ രൂപപ്പെടുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ആലോചനകളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമതായിട്ട് അഫ്ഗാനിയുടെയൊക്കെ ഒരു പാൻ ഇന്ത്യൻ, ഒരു പാൻ ഇസ്ലാമിസ്റ്റ്, ഒരു ഖിലാഫത്ത്, ലോകമൊട്ടാകെയുള്ള ഒരു ഖിലാഫത്ത് എന്നൊക്കെ തരത്തിലുള്ള ഒരു ആലോചനയായിരുന്നു. അതൊരു തരത്തിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു ആലോചനയായിരുന്നു, ഒരു സംവിധാനമായിരുന്നു. രണ്ടാമത്തേത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കെടുതികളെ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്ത സർ സയ്യിദ് അടക്കമുള്ളവരുടെ രാഷ്ട്രീയമായ ആലോചനയായിരുന്നു രണ്ടാമത് ഉണ്ടായിരുന്നത്. സർ സയ്യിദ് മുസ്ലിം സമൂഹം രാഷ്ട്രീയമായി സംഘടിക്കണം, ആ രാഷ്ട്രീയ സംഘാടനത്തിന്റെ ആദ്യപടിയെന്നോണം അവർ വിദ്യാഭ്യാസപരമായി പുരോഗതിയിലേക്ക് എത്തണം. അപ്പൊ വിദ്യ അഭ്യസിക്കണം, അതോടുകൂടി നിങ്ങൾ രാഷ്ട്രീയമായി സംഘടിക്കണം എന്നുള്ളതായിരുന്നു സർ സയ്യിദിന്റെ ഒരു പൊളിറ്റിക്കൽ ലൈൻ. ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊക്കെ എതിർത്ത സർ സയ്യിദ് തന്നെ പുതിയ രാജ്യത്ത് ഒരു ജനാധിപത്യത്തിന്റെ ഉദയത്തിന്റെ കാലത്ത് രാഷ്ട്രീയ സംഘാടനം അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കുകയും ഒരു പാർട്ടി രൂപീകരിച്ചിട്ടില്ലെങ്കിൽ കൂടി അതിന്റെ ഒരു ആശയ പശ്ചാത്തലം ഒരുക്കുകയായിരുന്നു സർ സയ്യിദ് ചെയ്തത്. 1906 1909 വരാൻ പോകുന്ന മിന്റോ മോർലി പരിഷ്കാരം, കോൺഗ്രസ് തന്നെ ഭരണസഭകളിലേക്ക്, ജനറൽ കൗൺസിലിലേക്ക് ഇലക്ഷൻ വേണമെന്നുള്ള ആവശ്യം വരുന്നു. ഇങ്ങനെ ഒരു ഇലക്ഷൻ പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് തങ്ങളുടേതായ ഡിമാൻഡുകളുണ്ട്, ആവശ്യങ്ങളുണ്ട് എന്ന് മുൻനിർത്തിയിട്ടാണ് 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. അന്ന് കമ്മ്യൂണൽ അവാർഡിന് മുസ്ലിങ്ങൾക്ക് സ്പെഷ്യൽ ഇലക്ടറേറ്റ്സ്, മുസ്ലിങ്ങളെ തന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു രീതി വേണം, അല്ലെങ്കിൽ ജനറൽ സീറ്റുകളിൽ കൂടി മുസ്ലിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടില്ല എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറയുകയും കമ്മ്യൂണൽ ഇലക്ടറേറ്റ്സ് നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് 1910 ശേഷം, കൃത്യമായി പറഞ്ഞാൽ 1912 ഖായിദെ ആസം മുഹമ്മദ് അലി ജിന്ന സാഹിബ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൽ ചേരുകയും 1915 കൂടി അതിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് എത്തുകയും ചെയ്യുന്നതോടുകൂടിയാണ് മുസ്ലിം രാഷ്ട്രീയത്തെ അന്നത്തെ ലോകക്രമത്തിൽ ഒരു ജനാധിപത്യത്തിനകത്ത്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ജനാധിപത്യ രാജ്യങ്ങൾക്കകത്ത് പെർമനന്റ് മൈനോറിറ്റികളായിട്ടുള്ള, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരു പെർമനന്റ് മൈനോറിറ്റിയാണ്. ഈ പെർമനന്റ് മൈനോറിറ്റികളായിട്ടുള്ള സമുദായങ്ങൾക്ക് എങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള അതിജീവനം സാധ്യമാവും എന്നുള്ളതിന്റെ ഏറ്റവും കൃത്യമായ ആശയ പശ്ചാത്തലം വികസിപ്പിച്ചത് ഖായിദെ ആസം മുഹമ്മദ് അലി ജിന്ന സാഹിബ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഒരുപാട് നീണ്ട ജീവിതത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിംസിന് ഇന്ത്യയിൽ അതിജീവിക്കണമെങ്കിൽ കൾച്ചറൽ എഡ്യൂക്കേഷണൽ റൈറ്റ്സ് മാത്രം പോരാ, അവരെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ റൈറ്റ്സ്, സാമൂഹിക വിദ്യാഭ്യാസ അവകാശങ്ങളോടൊപ്പം തന്നെ രാഷ്ട്രീയമായ അവകാശങ്ങൾ കൂടി ഭരണകൂടം നൽകുമ്പോൾ മാത്രമേ ഒരു പെർമനന്റ് മൈനോറിറ്റി ഗ്രൂപ്പിന് അതിജീവനം സാധ്യമാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, സഹോദരൻ ഗാന്ധിക്ക് 3 വോട്ടും എനിക്കൊരു വോട്ടും എന്നാണ്. എന്ന് വെച്ചാൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിന് 3 വോട്ട് കിട്ടും, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം സമൂഹത്തിന് 1 വോട്ടേ ഉണ്ടാവുന്നതാണ്. അപ്പൊ അതൊരു നിലക്കും മാറൂല, അത് മാറ്റം വരാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു 1928 അദ്ദേഹം 14 പോയിന്റ്സ് 14 പദ്ധതികൾ കോൺഗ്രസ് ഓർഗനൈസേഷന് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിന് ആ പോയിന്റ്സ് കോൺഗ്രസ് ടീം തള്ളിക്കളഞ്ഞിട്ട് നെഹ്റു റിപ്പോർട്ട് വരുന്നുണ്ട് 28. ആ പോയിന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ്, ഇന്നൊക്കെ നമ്മൾ അതിങ്ങനെ ആലോചിക്കുമ്പോൾ എത്രമേൽ ദീർഘദൃഷ്ടിയുള്ളതായിരുന്നു നമുക്ക് തോന്നും. അതിൽ 33% സംവരണം അടക്കമുള്ള പാർലമെന്റിലും രാജ്യസഭയിലും അന്നത്തെ സംവിധാനത്തിൽ പിന്നീട് എംപ്ലോയ്മെന്റിലൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഒക്കെ കൂടെ അദ്ദേഹം മുസ്ലിം സമുദായത്തിന് വീറ്റോ പവർ വേണമെന്ന് പറയുന്നുണ്ട്. മുസ്ലിം വിഷയങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം പാർലമെന്റിൽ വരികയാണെങ്കിൽ അതിൽ മുസ്ലിം സമുദായത്തിന് വീറ്റോ പവർ വേണം. ഇപ്പൊ ആർട്ടിക്കിൾ 307 എടുത്ത് ഒഴിവാക്കുന്നു, CAA NRC വരുന്നു. ഒരു മുസ്ലിം പോലും സപ്പോർട്ട് ചെയ്യാതെ മുസ്ലിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ നിരുപാധികം നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനം ഇന്നുണ്ട്.
ഇതിനെതിരെ ഉള്ളൊരു ഒരു രൂപം എന്നുള്ള നിലക്കായിരുന്നു വീറ്റോ പവർ. അങ്ങനെ അത് ഒരു നീണ്ട ചരിത്രം. ഇങ്ങനെ 1940 പാകിസ്ഥാൻ പ്രമേയം വരുന്നു. പിന്നീട് 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പിരിച്ചുവിട്ടിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോഴും പാർലമെന്റില് മുസ്ലിം ലീഗ് നേതാക്കന്മാർ സംസാരിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ അന്നത്തെ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇവിടുത്തെ ഒരു ഹിന്ദു സാംസ്കാരിക ഔന്നത്യത്തെ മുൻനിർത്തിയിട്ടായിരുന്നു. പുറമേക്ക് സെക്കുലർ ആണെന്ന് പറയുമെങ്കിലും ഒരു ഹിന്ദു വിഭാഗത്തിന് ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു അതിഥി മനോഭാവത്തെ മുൻനിർത്തിയിട്ടായിരുന്നു. ഇപ്പൊ പാർലമെന്റില് റിസർവേഷനുമായി ബന്ധപ്പെട്ട് ആദ്യം ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ മുസ്ലിം റിസർവേഷൻ ഉണ്ടായിരുന്നു, പിന്നീട് അത് എടുത്തു ഒഴിവാക്കുക. അപ്പൊ കായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പറയുന്നുണ്ട് റിസർവേഷൻ വേണം മുസ്ലിം സമൂഹത്തിന്, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കപ്പെടൂല എന്ന്. പോക്കർ സാഹിബ് പറയുന്നുണ്ട് ഇന്ന് റിസർവേഷൻ വേണ്ട, നിങ്ങൾക്ക് റിസർവേഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിനിമം മുസ്ലിം സമൂഹത്തിന് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, അതിനുള്ളൊരു നമ്മുടെ ഈ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സംവിധാനം മാറ്റിയിട്ട് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, ആനുപാതികമായിട്ടുള്ള ഒരു അവരുടെ പ്രാതിനിധ്യമെങ്കിലും മുസ്ലിം സമുദായത്തിന് വേണമെന്ന് പറയുന്നു. അപ്പൊ അതിന് നെഹ്റു പറയുന്ന ഒരു മറുപടി ഉണ്ട്, അത് വളരെ പ്രസക്തവും നമ്മൾ ആലോചിക്കേണ്ടതാണ്. നെഹ്റു പറയുന്ന മറുപടി, നെഹ്റു പോക്കർ സാഹിബിനോട് പറയുന്ന മറുപടി, നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടുത്തെ ന്യൂനപക്ഷത്തിന് ഇവിടുത്തെ ഭൂരിപക്ഷത്തെ വിശ്വാസമില്ല എന്ന് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ്. എന്ന് വെച്ചാൽ നെഹ്റു കാൽപ്പനികനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാവനയിൽ അദ്ദേഹം വിചാരിക്കുന്നത് ഇന്ത്യയിലെ ഭൂരിപക്ഷം, ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ നിരുപാധികം തെരഞ്ഞെടുപ്പുകളിൽ വിജയിപ്പിച്ചു വിടുന്നതായിരുന്നു. പക്ഷെ ആ കാൽപ്പനികതക്കപ്പുറത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ മുസ്ലിം പാർലമെന്ററിമാർ ജയിച്ചു വന്നത് ആദ്യത്തെ ഇലക്ഷനിലാണ് 1952. 2014 BJP-യേക്കാൾ കുറവ് 1952 ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷനിലാണ് ഏറ്റവും കുറവ് മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായത്. നെഹ്റു പറഞ്ഞ് 1 വർഷത്തിനകം. അത് ഇന്ത്യയിലെ സാമൂഹിക യാഥാർത്ഥ്യമായിരുന്നു. ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും, പ്രത്യേകിച്ച് ആദ്യ കാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടിരുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ പുതിയ കാലത്തെ മുസ്ലിം രാഷ്ട്രീയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ആലോചനയിൽ കടന്നു വരേണ്ട ഒരു സംഗതി. കാരണം ഇവർ പറഞ്ഞതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഒരു രാഷ്ട്രീയമായ അധികാരമില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോഴും ഈ ഒരു നമുക്ക് ആർട്ടിക്കിൾ 29, 30 ഉണ്ട്, ആർട്ടിക്കിൾ 21 ഉണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാല് നിയമസഭകളിലും പാർലമെന്റിലും നമ്മുടെ പ്രാതിനിധ്യം, നമ്മുടെ ശബ്ദം മുഴങ്ങുന്ന ഒരു സംവിധാനം നമുക്ക് ആദ്യം മുതലേ ഉള്ള ഒരു ഭരണഘടനയുമായി ഭരണഘടനയാണ് നമ്മുടെ അവസാന വാക്കെന്നൊക്കെ പറയുമ്പോഴും ഭരണഘടന മുസ്ലിം താല്പര്യങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന രീതിയിൽ അന്നത്തെ കോൺഗ്രസ് നയിക്കുന്ന ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ആമുഖം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചു. നേരത്തെ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസേൺ ആണ്. ഇപ്പൊ നമുക്ക് ഇന്ത്യയുടെ കേസിൽ പലപ്പോഴും പല ആളുകളും ഒബ്സർവ് ചെയ്യുന്നൊരു ഫാക്ടറാണ്, കോൺഗ്രസ് ഇന്ത്യയിൽ എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളുടെ മേൽ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച്, അഥവാ അധികാരം, നിയമം, സാങ്കേതികത, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെയുള്ള രീതിയിൽ മുസ്ലിങ്ങളുടെ മേൽ അല്ലെങ്കിൽ മുസ്ലിം കർത്തൃത്വങ്ങൾക്ക് തടയിടാൻ, അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഭരിക്കാനുള്ള ഒരു രീതിയിലാണ് കോൺഗ്രസ് എക്കാലത്ത് മുന്നോട്ട് വന്നിരുന്നതെങ്കിൽ, നേരെ ഓപ്പോസിറ്റ് ആയ രീതിയിലാണ് BJP-യുടെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അപ്രോച്ച് എന്നുള്ളതാണ്. അഥവാ മെജോറിറ്റേറിയൻ സെന്റിമെന്റ്സിൽ, മെജോറിറ്റേറിയനിസത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഉള്ളൊരു വിലിഫിക്കേഷൻ ആണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ബേസിക്കലി പിന്നെ ഏത് രൂപത്തിലാണ് മുസ്ലിംസിന്റെ ഒരു വേ ഫോർവേഡ് എന്ന് പറയുന്ന സമയത്ത് ഈ രണ്ട് സംഗതികളും പ്രശ്നകരം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ജാഫർ ലോഡൊക്കെ പറയുന്ന ഒരു ഇന്ത്യയിൽ ഇപ്പൊ ഒരു എത്നോ നാഷണലിസം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ എത്നോ നാഷണലിസം എന്ന് പറയുന്ന ഒരു ഫിനോമിന അത് നമുക്ക് 2014 ശേഷം മാത്രം കാണാൻ സാധിക്കുന്ന ഒരു സംഗതിയാണോ, അതല്ലെങ്കിൽ നേരത്തെ ഇവര് പറഞ്ഞ പോലെ 1950s ഈ ഒരു ആദ്യ ഇലക്ഷനിൽ തന്നെ അണ്ടർ റെപ്രസെന്റഡ് ആയിരുന്നു മുസ്ലിങ്ങൾ എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ അതിനെക്കുറിച്ച് ആലോചന. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം ഇപ്പം നമ്മുടെ അതർ പാനലിസ്റ്റ് ഏകദേശം 1950 വരെയുള്ളത് ക്ലിയർ ആയിട്ട് കവർ ചെയ്തു. 50s നമ്മൾ ഉണ്ടായിട്ടുള്ള ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് എന്നുള്ളത് ഒരു സെക്യുലർ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഒരു ടോപ്പ് നോക്കുന്ന സമയത്ത്. പക്ഷെ അതിനെ നമ്മൾ ശരിക്കും കാണേണ്ടത് അതിൽ ക്ലിയർ ആയിട്ട് ഒരു ടു ഫാക്ഷൻസ് കോൺഗ്രസ് പാർട്ടിയുടെ അകത്തുണ്ടായിട്ടുണ്ട്. പട്ടേലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഹിന്ദു ട്രഡീഷണലിസം ഐഡിയോളജിക്കൽ ബേസ് ആയിട്ട് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് എക്കണോമിക് ഓപ്പറേഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വലിയ സെക്ഷൻ ഓഫ് പീപ്പിൾ. ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ കോർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ക്രീം പാർട്ടായിട്ടാണ് നമ്മൾ കാണുന്നത് കോൺഗ്രസിന്റെ നെഹ്റു, ഒരു മോഡേൺ ഫേസ്, സെക്യുലർ മോഡേൺ സോഷ്യലിസ്റ്റ് ഫേസ് ആയിട്ട് അദ്ദേഹം കാണിക്കുന്ന ഒരു കോൺഗ്രസ്. ശരിക്കും പറഞ്ഞാല് പട്ടേൽ പെട്ടെന്ന് മരണപ്പെടുന്നു. പട്ടേലിന് ശേഷം പാർട്ടി കോൺഗ്രസ് എന്ന പാർട്ടി നെഹ്റുവിന്റെ കയ്യിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ കാണുന്ന നെഹ്റു 1956 തോന്നുന്നു സോഷ്യലിസം പാർട്ടിയുടെ ഒരു ഐഡിയോളജിയായി അംഗീകരിക്കുന്നു. നെഹ്റുവിന്റെ ഐഡിയോളജി അനുസരിച്ച് കോൺഗ്രസ് പാർട്ടി പോകുന്നു. പക്ഷെ കോർ എപ്പോഴും ആ ഒരു ഹിന്ദു ട്രഡീഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫാക്ഷൻസിൽ തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയുടെ വശത്ത് നിന്ന് ഒരു സീരിയസ് ആയിട്ട് ഹിന്ദു നാഷണലിസത്തെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഐഡിയയോ ഒരു മോഷനോ നമ്മൾ കാണാത്തത്. 1980 ആവുമ്പോഴേക്ക്, ഇന്ദിരാഗാന്ധിയുടെ സമയമൊക്കെ ആവുമ്പോഴേക്ക് ക്ലിയർ ആയിട്ട് ഈ ആർ എസ് എസും ഹിന്ദു നാഷണലിസവും കോൺഗ്രസുമായിട്ട് ക്ലിയർ കൊളാബറേഷനിലെത്തുന്നു. ഇതിൽ നിന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കേണ്ടത് BJP വളർന്നു വരുന്ന സമയത്ത് അവര് കൃത്യമായിട്ട് ഇപ്പം പട്ടേലിനെ അവര് ഒരു പ്രൊജക്റ്റഡ് നാഷണൽ ലീഡറായിട്ട് കാണുന്നു, നെഹ്റുവിനെ ഡെമോണൈസ് ചെയ്യുന്നു. പട്ടേലിനെ പോർട്രേ ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ആ ട്രഡീഷണൽ ബേസ് ക്ലിയർലി ഇപ്പം BJPയുടെ വശത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് ഇതാണ് ഇന്ത്യ എന്നുള്ള ഒരു ഓവറോൾ പിക്ചർ. ഇങ്ങനത്തെ ഒരു ഇന്ത്യയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊവിഷൻസ് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കോ അതല്ല മൈനോറിറ്റീസിനോ കൊടുത്തിരിക്കുന്ന പ്രൊവിഷൻസ് നമ്മുടെ പിന്നെ മോഡറേറ്റർ എന്ന ആദ്യത്തിൽ ഫൈസൽ ദേവ്ജിയെ വെച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, ഫോർമൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഫോർ മൈനോറിറ്റി റൈറ്റ്സ് ആർ വീക്ക്. എവറിത്തിങ് ഈസ് അമെൻഡബിൾ. അതുകൊണ്ടാണ് CAA 2019 യു ആഡ് റിലീജിയസ് ആസ്പെക്ട്. ഇനി വരാനിരിക്കുന്ന ട്രിപ്പിൾ തലാഖ് ആഡഡ്, പേഴ്സണൽ ലോ gone, it will go. Uniform civil code you already mentioned in DPSP. Again cow slaughter you added in DPSP. What you have to do, just bring up a law. ഇനി നിങ്ങൾക്ക് ബാബരി മസ്ജിദ് പോലുള്ള അടുത്ത ഗ്യാൻവാപ്പി മസ്ജിദ് അത് പോക്കണമെന്നുണ്ടെങ്കിൽ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 അത് ഒന്നെങ്കിൽ നിങ്ങൾ പാർലമെന്റിൽ വെച്ച് അത് ഒഴിവാക്കി കളയാ, അതല്ലെങ്കിൽ ഇപ്പൊ അലഹാബാദ് ഹൈക്കോർട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ നോക്കുക. ആ ഇന്റർപ്രിട്ടേഷനിൽ പ്ലേസസ് ഓഫ് വർഷിപ്പ് ഏതാണ്, അല്ലേ ഏത് റിലീജിയന്റേതാണ് എന്ന് തീരുമാനിക്കേണ്ടത് കോർട്ടാണ്. അഗൈൻ യു ഗോ ഇൻ ടു ദ ഇന്റർപ്രിട്ടേഷൻ ആസ്പെക്ട്. എവറിത്തിങ് ഈസ് വീക്ക്. ഇതാണ് ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിസ്റ്റോറിക് ആൻഡ് ലീഗൽ, അതല്ലെങ്കിൽ എന്താ പറയാ ബ്രിട്ടീഷുകാരുമായി ഒരു നെഗോഷിയേഷൻ പോസിബിൾ ആയിരുന്ന ഒരു സമയത്ത്, അതല്ലെങ്കിൽ ഒരു കൊളോണിയൽ ടൈമില് കൃത്യമായും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രസൻസ് ഒരു ഫെഡറൽ സ്ട്രക്ചർ മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കോൺഗ്രസിന് എല്ലായ്പ്പോഴും അധികാരം അതല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെ വോയിസിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള അധികാരം പതിച്ച് നൽകപ്പെട്ടിരുന്നില്ല. നേരെ മറിച്ച് കുറച്ചുകൂടി ഫെഡറൽ ഡെമോക്രാറ്റിക് രീതിയിൽ ഇവിടുത്തെ ലാർജസ്റ്റ് മൈനോറിറ്റി ആയ മുസ്ലിംസിനെ റെപ്രസെന്റ് ചെയ്യുന്ന രൂപത്തിൽ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇടപെടലുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്
ഇത്തരമൊരു ഫെഡറലിസത്തിന് അതല്ലെങ്കിൽ നമ്മൾ ജനാധിപത്യത്തിന്റെ ഭാഷയിൽ സംസാരിച്ചിരുന്ന ഒരു ലാംഗ്വേജ് പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വീറ്റോ പവറിനെ കുറിച്ച് ചോദിക്കാൻ ലീഗിന് സാധിച്ചിരുന്നു, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന് സാധിച്ചിരുന്നു. അതല്ലെങ്കിൽ സ്പെഷ്യൽ പ്രൊവിഷൻസിന് സെൻട്രലിന്റെ പവർ കുറച്ചുകൊണ്ട് പ്രൊവിഷൻസിന് അധികാരം നൽകുന്ന, പ്രൊവിൻസസിന് അധികാരം നൽകുന്ന ഒരു രീതിയെക്കുറിച്ച് സംസാരിക്കാൻ ലീഗിന് സാധിച്ചിരുന്നു. പക്ഷേ പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ അത്തരമൊരു ഫാക്ടർ, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷി അതല്ലെങ്കിൽ ഒരു ഒപ്പോസിഷൻ ഇന്ത്യയിൽ ഇല്ലാതായി എന്നതല്ല അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഞാൻ കണക്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു ഫെഡറൽ സിസ്റ്റത്തിന് മേലുള്ള ഒരു ബ്രീച്ച് ഒക്കെ സംഭവിക്കുന്നത് അത് ഇവിടെ നിന്നാണ് സ്റ്റെം ചെയ്യുന്നത് എന്നുള്ളൊരു. തീർച്ചയായും. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത്, പ്രശ്നം എന്നല്ല, അന്ന് ഇന്ത്യയിൽ 3 കക്ഷികൾ ഉണ്ടായിരുന്നു എന്നാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു. അപ്പോൾ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒരുപോലെ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് വിലപേശാനുള്ള ഒരു സാധ്യത അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതനുസരിച്ചായിരുന്നു അന്നത്തെ രാഷ്ട്രീയ നെഗോഷിയേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത്. പക്ഷെ സ്വാതന്ത്ര്യാനന്തരം സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇപ്പോൾ ഖായിദ്-ഇ-ആസം ജിന്ന സാഹിബ് ക്യാബിനറ്റ് മിഷൻ 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഉണ്ട്. പാകിസ്ഥാൻ, ഇന്ത്യ, പിന്നെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ള 3 പ്രവിശ്യകൾ, അതിൻ്റെ മുകളിൽ ഒരു സെൻട്രൽ, മിനിമമായ പരിമിതമായ അധികാരമുള്ള ഒരു സെൻട്രൽ, അതിന് താഴെ 3 രാജ്യങ്ങൾ എന്നുള്ളതായിരുന്നു ക്യാബിനറ്റ് മിഷൻ. അപ്പൊ ഈ ക്യാബിനറ്റ് മിഷൻ ആദ്യം മുസ്ലിം ലീഗ് ഒപ്പുവെക്കുന്നുണ്ട്, പിന്നീട് കോൺഗ്രസ് ഒപ്പുവെക്കുന്നുണ്ട്. അതിനുശേഷം ആസാദ് ഇന്ത്യ വിൻസ് ഫ്രീഡത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം നെഹ്റു ബോംബെയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ നെഹ്റു പറയുന്നുണ്ട്, ഉപാധികളോടുകൂടി ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ പറ്റൂല. അപ്പൊ ഈ ഒരൊറ്റ പത്രസമ്മേളനത്തിന്റെ ഉടനെ ജിന്ന സാഹിബ് ക്യാബിനറ്റ് മിഷന് നൽകുന്ന അപ്രൂവൽ പിൻവലിക്കുകയും ഇന്ത്യ 2 രാജ്യമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ത്രെട്ട് കോൺഗ്രസ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് പോയി കഴിഞ്ഞാൽ ഏതൊരു സമയത്തും കോൺഗ്രസ് അതിന്റെ ഒരു ഹിന്ദുത്വ മനോഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സൂപ്പർ ഡോമിനന്റ് ഒരു പൊസിഷനിലേക്ക് മൂവ് ആവും എന്നുള്ള സത്യത്തില് പാകിസ്ഥാൻ എന്നുള്ള ഒരു ആലോചന പോലും ബ്രിട്ടീഷ് ഗവൺമെന്റിനോടുള്ള ഒരു പേടി കൊണ്ടല്ലല്ലോ ഉണ്ടാവുന്നത്. ഇന്ത്യ സ്വതന്ത്രമാവുമ്പോൾ വരാൻ പോകുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തോട് എടുക്കുന്ന നിലപാടിനെ കുറിച്ച് ആ ഒരു ആശങ്കയുടെ പുറത്താണ് സത്യത്തിൽ പാകിസ്ഥാൻ എന്നുള്ള ആലോചന ഉണ്ടാവുന്നതും പാകിസ്ഥാൻ രൂപീകരിക്കപ്പെടുന്നതും. അതേ ആലോചനയെ ശരിപ്പെടുത്തുന്നതായിരുന്നു ഇന്ത്യയിൽ പിന്നീട് ഇപ്പൊ നേരത്തെ ഇപ്പൊ ഈ ചർച്ചയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ ഖായിദ് മില്ലത്ത് ഇസ്മായിൽ സാഹിബ് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഇങ്ങനെ ബില്ലുകൾ ചർച്ച ചെയ്യാതെ ഇങ്ങനെ പാസ്സാക്കുന്ന ഒരു ഘട്ടത്തിൽ ഖായിദ് മില്ലത്ത് എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല, ഞങ്ങൾ പോവുകയാണ്. അത്രമേൽ ഒരു ഭീകരമായിട്ടായിരുന്നു ആദ്യകാലത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ മുസ്ലിം നേതാക്കന്മാരോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഹസ്രത്ത് മൊഹാനിയോട്, ഇൻഖിലാബ് സിന്ദാബാദ് ഒക്കെ എഴുതിയ ഹസ്രത്ത് മൊഹാനിയോട് അന്നത്തെ കോൺഗ്രസിലെ തന്നെ MP-മാര് പറയുന്നുണ്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നു. പോക്കർ സാഹിബിനോട് പറയുന്നുണ്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നു. അപ്പൊ ഹസ്രത്ത് മൊഹാനി കൊടുക്കുന്ന മറുപടി, ഞാന് ഇവിടെ തന്നെ ഉള്ളതാണ്, നിങ്ങൾ മധ്യേഷ്യയിൽ നിന്നും വന്നവരാണ്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ എന്നാണ്. അപ്പൊ ഈ ഒരു ചൗധരി ഖലീഖുസ്സമാൻ 1948 ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചിട്ട് നെഹ്റുവിന് ശേഷം പ്രസംഗിച്ച ആള് ഖലീഖുസ്സമാനാണ്. ഖലീഖുസ്സമാൻ പിന്നീട് പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. 1947 ഒക്ടോബറിൽ ഖലീഖുസ്സമാൻ പിന്നീട് പാകിസ്ഥാനിൽ പോവുകയും ജിന്ന സാഹിബിന് ശേഷം അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആവുകയും ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പോവാത്ത ഖലീഖുസ്സമാൻ പിന്നീട് പാകിസ്ഥാനിലേക്ക് പോകുന്നത് ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ്, അല്ലെങ്കിൽ അന്ന് ഖലീഖുസ്സമാന്റെ വീട്ടിൽ ബോംബാണെന്ന് പറഞ്ഞിട്ട് എല്ലാ കലാപങ്ങളും ഖലീഖുസ്സമാനാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പത്രങ്ങളൊക്കെ നിരന്തരമായി എഴുതി. അപ്പൊ ഈ ഒരു മുസ്ലിം സംഘാടനത്തെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെന്റ്. അപ്പൊ 1965 തിയോഡർ റൈറ്റ് എന്നുള്ളൊരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് മുസ്ലിം ലീഗ് ഇൻ സൗത്ത് ഇന്ത്യ എന്നുള്ള ലേഖനം എഴുതുന്നുണ്ട് 1965. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖായിദ് മില്ലത്ത് ഇസ്മായിൽ സാഹിബ് മീററ്റിൽ പോയിട്ട് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നു. അങ്ങനെ മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ അന്ന് രാത്രി പോലീസ് വന്നിട്ട് മുസ്ലിം ലീഗ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷററെ അറസ്റ്റ് ചെയ്തുകൊണ്ടു. അങ്ങനെ ഖായിദ് മില്ലത്ത് ഇസ്മായിൽ സാഹിബ് നോർത്ത് ഇന്ത്യയിൽ എവിടെയൊക്കെ
പാർട്ടി രൂപീകരിക്കുന്നുണ്ടോ അവിടെയൊക്കെ പോലീസ് വന്നിട്ട്, അപ്പൊ സ്റ്റേറ്റിന്റെ ഈ റിപ്രസീവ് മെഷേഴ്സ് വളരെ രൂക്ഷമായ രീതിയിൽ മുസ്ലിം സംഘടനത്തെ ആദ്യ കാലങ്ങളിൽ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം ഒരു പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു രീതിയിൽ എന്താണ്, ഇനി ഒരു വേ ഫോർവേഡിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് 2006 സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന സമയത്ത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാസ് എന്യൂമറേഷൻ അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയി നടത്തപ്പെട്ട ഒരു സർവേ അല്ല എന്നുള്ളതാണ്. എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്സിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ കറന്റ് പ്ലൈറ്റിനെ കുറിച്ച് പഠിക്കാനാണ് സച്ചാർ കമ്മീഷൻ ശ്രമിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, സച്ചാർ കമ്മീഷൻ മുൻപോട്ട് വെച്ചിരുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ലോക്കൽ കോണ്ടെക്സ്റ്റിൽ, അഥവാ ഓരോ സംസ്ഥാനങ്ങളുടെയും അതല്ലെങ്കിൽ സംസ്ഥാന സാഹചര്യങ്ങളുടെ, അതായത് ലോക്കൽ കോണ്ടെക്സ്റ്റിൽ എംപിരിക്കൽ സ്റ്റഡീസ് നടത്തിക്കൊണ്ട് ഈ മുസ്ലിം അണ്ടർ റെപ്രസെന്റേഷനെ അല്ലെങ്കിൽ മുസ്ലിം പിന്നോക്കാവസ്ഥയെ കോണ്ടക്സ്റ്റലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് സച്ചാർ കമ്മീഷൻ പ്രൊവിഷൻ മുൻപോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് അത്തരമൊരു പ്രൊവിഷന് ശേഷമാണ് തെലങ്കാനയിൽ മുസ്ലിങ്ങളെ കുറിച്ച് പഠിക്കുന്നതും റിലേറ്റീവ്ലി വളരെ 2014 മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു സംസ്ഥാനത്ത് 4% റിസർവേഷൻ ആദ്യഘട്ടത്തിൽ തന്നെ മുസ്ലിങ്ങൾക്ക് നൽകാനും പിന്നീട് 2017 KCR ട്രൈ ചെയ്യുന്നുണ്ട് 12% വർദ്ധിപ്പിക്കാനൊക്കെ. അപ്പോൾ ഒരു എംപിരിക്കൽ വർക്കിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് കോണ്ടെക്സ്റ്റിൽ ജാതി സെൻസസ് നടപ്പാക്കുന്നതിൽ നിന്ന് പിന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വിമുഖത കാണിക്കുന്നത്, അതല്ലെങ്കിൽ നിലവിലെ കേരള സാഹചര്യത്തിൽ തന്നെയുള്ള റിസർവേഷൻ മെഷേഴ്സിനോടുള്ള മുഖ്യധാരയുടെ അപ്രോച്ച് എന്നൊക്കെ പറയുന്നതിനെ നമുക്ക് എങ്ങനെയാണ് വായിക്കാൻ സാധിക്കുക? ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ മുസ്ലിം പൊളിറ്റിക്സ് എഹെഡ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാവുന്നത്. രണ്ടാമത്തത് അതിനെ സർവേ നടത്തി സെൻസസ് നടത്തി ഡാറ്റ പുറത്തു കൊണ്ടുവന്നിട്ട് അതിനുള്ള മെഷേഴ്സ് കണ്ടെത്തുന്ന പാർട്ടിനെ കുറിച്ചാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മുസ്ലിം പൊളിറ്റിക്സിന്റെ വേ ഹെഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ദർ ആർ നോട്ട് ടേക്കേഴ്സ് ഓഫ് മുസ്ലിം വോട്ടേഴ്സ് ഇൻ ഇന്ത്യ. മുസ്ലിം വോട്ട് ഞങ്ങൾക്ക് എടുക്കാൻ ആളുകളില്ലാത്ത ഒരു സിറ്റുവേഷൻ. നമ്മൾ സ്റ്റേറ്റ് വൈസ് അതിന് ഡിഫറൻസ് ഉണ്ട്. സ്റ്റേറ്റ് വൈസ് ഏതെങ്കിലും രീതിയിലുള്ള മുസ്ലിം വോട്ടിനുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് മാത്രമേ മുസ്ലിം സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് മെയിൻ സ്ട്രീമിൽ വരുന്നുള്ളൂ, അതിനുള്ള മെഷേഴ്സും എടുക്കപ്പെടുന്നുള്ളൂ. അതിന്റെ 2 സ്റ്റേറ്റ് എക്സാമ്പിൾ ആണ്, ഒന്ന് കേരളയും ഒന്ന് തെലങ്കാനയും. ഈ 2 സ്റ്റേറ്റിലും നമ്മൾ നോക്കുകയാണെങ്കിൽ, തെലങ്കാനയിലാണെങ്കിൽ TRS വേഴ്സസ് കോൺഗ്രസ്, ദർ ഇസ് എ ഡിമാൻഡ് ഫോർ മുസ്ലിം വോട്ട്. AIM അവിടെ ഉണ്ട്. കേരളത്തിലാണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് UDF ആണെങ്കിലും രണ്ടുപേർക്കും ദർ ഇസ് എ കോമ്പറ്റീഷൻ ഫോർ മുസ്ലിം വോട്ട്. ഇത് ചെറിയൊരളവിൽ ഉള്ള അടുത്ത സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒന്ന് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഉണ്ട്, അസാമിൽ നോ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓൺലി ഇറ്റ്സ് ലൈക്ക് വൈ മുസ്ലിംസ് ആർ വോട്ടിംഗ്. ഇപ്പൊ ഹിലാൽ അഹമ്മദും ബാക്കിയുള്ള കുറെ ആളുകളൊക്കെ കാണിക്കുന്ന സ്റ്റഡികൾ നോക്കിയാൽ മനസ്സിലാവും, ഒരിക്കലും എൻ ബ്ലോക്ക് വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക് വോട്ടിംഗ് അല്ല മുസ്ലിങ്ങൾ ചെയ്യുന്നത്. മുസ്ലിങ്ങൾ ചെയ്യുന്നത് സിംപ്ലി വോണ്ട് ടു ഡിഫീറ്റ് BJP. അതായത് യുവർ പേർപ്പസ് ഈസ് നെഗറ്റീവ്, യു ഹാവ് നോ പോസിറ്റീവ് തിങ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് വൈ ഡു ദേ വോണ്ട് ടു ഡിഫീറ്റ് BJP? ദേ ജസ്റ്റ് വോണ്ട് ഫിസിക്കൽ സെക്യൂരിറ്റി. Your whole concern is about physical security. You're not asking anything about your economic security, your educational security, or any other security, social security. ഇവിടെ നിങ്ങൾ ആകെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വോട്ട് എന്നുള്ള പ്രീഷ്യസ് ടൂൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫോർ എ നെഗറ്റീവ് പർപ്പസ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാവരും ഇപ്പം സ്വമേധയാ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ബേർഡൻ എന്നുള്ളത് സെക്യുലറിസത്തിന്റെ ബേർഡനാണ്. ഇറ്റ്സ് ഓൾ അപ്പോൺ ദെയർ ഹെഡ്. മുസ്ലിങ്ങൾ ഒരു ഓൺ പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുന്നത്, അതല്ലെങ്കിൽ ഓൺ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്നത്, സെക്യുലർ പാർട്ടീസ് പറയും ദിസ് ഈസ് ലീഡിങ് ടു ഡിവൈഡിങ് സെക്യുലർ വോട്ട്. അതായത് ഡിവൈഡിങ് സെക്യുലർ വോട്ട് എന്ന് പറഞ്ഞെന്താ,
You are already in my pocket. You dividing our pocket, right? അപ്പൊ നമ്മൾ ശരിക്കും ഇന്ത്യയിലെ മുസ്ലിം പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അഹെഡ് എന്ന് പറയുന്നത് ഈ ബേർഡനിൽ നിന്ന് ഒഴിവായിട്ട് ഒരു ഓട്ടോണമസ് സ്പേസിലേക്ക് എങ്ങനെയെങ്കിലും എത്താൻ പറ്റുക എന്നുള്ളതാണ്. എക്സാമ്പിൾ കേരള ആൻഡ് തെലങ്കാന. രണ്ടാമത്തത് കാസ്റ്റ് സെൻസസ്. കാസ്റ്റ് സെൻസസ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ സൂൺ. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പൊ കോൺഗ്രസ് പാർട്ടി കാസ്റ്റ് സെൻസസ് ഒരു മുഖ്യ അജണ്ടയാക്കിയിട്ട് 5 സംസ്ഥാനത്തേക്ക് നടന്ന ഇലക്ഷന് കോമ്പീറ്റ് ചെയ്തു. അതില് മധ്യപ്രദേശ് പ്രത്യേകിച്ച് രാജസ്ഥാനും ഈ 2 സംസ്ഥാനങ്ങളിൽ വളരെ വലിയ രീതിയിൽ OBC കമ്മ്യൂണിറ്റീസ് ഉള്ള സ്ഥലമാണ്. എന്നിട്ടും നിങ്ങൾ കാസ്റ്റ് സെൻസസ് വെച്ചിട്ട് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ മൈലേജ്, ഇലക്ടറൽ മൈലേജ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാല് there is some serious problem with demanding caste census. കാസ്റ്റ് സെൻസസുമായിട്ട് ഇപ്പൊ കേരളത്തിൽ ഒരിക്കലും ഒരു പാർട്ടി ഇതുവരെ അതിന് ഡിമാൻഡ് ചെയ്തിട്ടില്ല. കേരളത്തിൽ അതൊരിക്കലും വർക്കാവാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ അൾട്ടിമേറ്റ്ലി മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തണം, ഗവൺമെന്റൽ സൈഡിൽ നിന്ന് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ there should be studies, there should be data and there should be measures after that, just like what happened in തെലങ്കാന. അത് കാസ്റ്റ് സെൻസസ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണമെന്നൊന്നുമില്ല. ഓൾറെഡി യു ഹാവ് ഡാറ്റ ഓൺ മുസ്ലിംസ്. ഇപ്പൊ അടുത്തൊരു പോയിന്റ് ഓഫ് ഡിസ്കഷനായി ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇന്ത്യയിൽ പലപ്പോഴും മുസ്ലിം പൊളിറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് സിനോണിമസ്ലി നമ്മൾ പറയുന്ന അതല്ലെങ്കിൽ അതിനോട് ഒപ്പം പാരലൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ദളിത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ദളിത് ഐഡന്റിറ്റി മൂവ്മെന്റ്സിനെ കുറിച്ച്. അപ്പോ പക്ഷേ അടുത്ത കാലഘട്ടത്തിലുണ്ടായ മാറ്റം അതല്ലെങ്കിൽ ദളിത് പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ദളിത് ഇമാൻസിപ്പേറ്ററി മെഷേഴ്സ് രൂപീകരണത്തിൽ അവരുടെ വിമോചനത്തിന്റെ ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്നതിലൊക്കെ വളരെ ചേഞ്ച് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഉദാഹരണത്തിന് അപ്പൊ ഈ അടുത്ത് വളരെ റീസെന്റ് ദളിത് സ്കോളർ ആയിട്ടുള്ള സൂരജ് യങ്ങിന്റെ ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്യാൻ, അതായത് ദളിത്സിന്റേതാണ് ഈ മദർലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അയാളുടെ ആ ഒരു ട്വീറ്റിനെ റീഷെയർ ചെയ്തുകൊണ്ട് മറ്റൊരു ഓക്സ്ഫോർഡ് സ്കോളറായ ഒരു മുസ്ലിം സ്കോളർ തിരിച്ച് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, റിയൽ ഐ ഡി സേ ആവോ സവർക്കർ, അഥവാ ഒറിജിനൽ ഐ ഡിയിൽ വരൂ സവർക്കറെ. ചുരുക്കി പറഞ്ഞു വരുന്നത് സവർക്കർ എപ്രകാരമായിരുന്നു മദർലാൻഡ് എന്ന് പറയുന്ന ആശയം ഇവിടുത്തെ മെജോറിറ്റേറിയനിസത്തിന് വേണ്ടി ഉപയോഗിച്ചത്, അത്തരമൊരു ലാംഗ്വേജിലേക്ക് അത്തരമൊരു ലാംഗ്വേജ് യങ്ഡേ പോലുള്ള സ്കോളേഴ്സ് കടമെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലത്തില് പലപ്പോഴും നമ്മൾ പ്രാക്ടിക്കലി കാണാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദളിത് മുസ്ലിം ഉന്നമനത്തിന് സംസാരിക്കുക എന്നുള്ളതാണ്. തെലങ്കാനയിലൊക്കെ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ പലപ്പോഴും കാണാൻ സാധിക്കും. ഇപ്പോ അസദുദ്ദീൻ ഒവൈസി, പ്രകാശ് അംബേദ്കർ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കോയിലേഷൻ രൂപപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്ന ഒരു രീതി. അപ്പൊ അതിന്റെ ഒരു ഭാവി എന്തായിരിക്കും എന്നാണ് കരുതുന്നത്? ഈ ചോദ്യവുമായിട്ട് നേരത്തെ ചോദ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാൻ പറ്റുന്നു. ഇപ്പൊ മുസ്ലിം സംഘാടനം അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ഭാവി സ്വയം സംഘടിതരാവുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആദ്യ പടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ എളുപ്പമല്ല, പക്ഷെ എന്നാൽ സാധ്യമാണ് താനും. അതിന്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് BSP എന്നുള്ളൊരു രാഷ്ട്രീയ പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടി, കാൻശീറാം. അപ്പൊ കാൻശീറാമൊക്കെ ആദ്യം BSPന്റെ മുദ്രാവാക്യം എന്നത് ബ്രാഹ്മണരോടുള്ള ശക്തമായ ഒരു വെറുപ്പിന്റെ, അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യം ചൂലെടുക്കൂ ബ്രാഹ്മണനെ അടിക്കൂ എന്നായിരുന്നു ആദ്യകാലത്തെ മുദ്രാവാക്യം. പിന്നീട് ഞങ്ങൾ ബ്രാഹ്മണർ ശംഖ് വിളിക്കും, ഞങ്ങൾ ആനപ്പുറത്തേറും എന്നായി. എന്ന് വെച്ചാൽ 2000ത്തിന്റെ തുടക്കത്തില് BJP പിന്തുണയിലാണ് BSPയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി വരുന്നത്. അപ്പൊ കാൻശീറാം പറയുന്നത് ഇത്രയും കാലം അവർ ഞങ്ങളെ ഇങ്ങനെ ഭരിച്ചു, ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഭരിക്കുന്നു എന്നാണ്. അവർ താഴെയും ഞങ്ങൾ മുകളിലുമായിട്ട്, ഇത്ര കാലം ഞങ്ങൾ താഴെയും അവർ മുകളിലുമായിരുന്നു എന്നാണ്. അപ്പൊ ഈ ഒരു സംഘാടനം, സ്വയം സംഘടിതരാവുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പൊ ഉവൈസിക്ക് അത് സാധ്യമാവുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ വരുന്നത് ഹൈദരാബാദിലെ മുസ്ലിങ്ങൾ സംഘടിതരാണ് എന്നുള്ളത് കൊണ്ടാണ്.
ഇപ്പൊ യു പിയിലോ ബീഹാറിലോ മധ്യപ്രദേശിലോ ഒക്കെ ഈ ഒരു ദളിത് മുസ്ലിം ഐക്യം രൂപപ്പെടണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആലോചനകളുടെ തുടക്കം തന്നെ അവിടെ ആദ്യം മുസ്ലിങ്ങൾ സ്വയം സംഘടിതരാവുന്നു എന്നുള്ളിടത്ത് മാത്രമേ സാധ്യമാവൂ. മുസ്ലിങ്ങൾ സംഘടിതരാവാത്തിടത്ത് ദളിതുകൾ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ സംഘടിതരാണ്. ഇപ്പൊ ബദ്രീനാരായണന്റെ ഒക്കെ പഠനങ്ങൾ പറയുന്നത് ഫാസിനേറ്റിംഗ് ഹിന്ദുത്വം എന്നുള്ള അദ്ദേഹത്തിന് ഈ ഒരു ഹിന്ദു ഹെജുമണിയുടെ ഭാഗമായിട്ട് അവരറിയാതെ ചെന്ന് പെടും. സത്യത്തിൽ പുതിയ പഠനങ്ങളൊക്കെ അതിന്റെ ഒരു ക്രിറ്റിക്കാണ്, അല്ലെങ്കിൽ സത്യത്തിൽ അങ്ങനെയല്ല. അവർ ബാർഗെയിൻ ചെയ്തിട്ടാണ് പല കോൺസ്റ്റിറ്റ്യുവൻസിലും BJP-യോട് ബാർഗെയിൻ ചെയ്തിട്ടാണ് ദളിതുകൾ വോട്ടുകൾ നൽകുന്നത്. ഈ ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് ഈ രാഷ്ട്രീയം തന്നെ എന്തായാലും ഇന്ത്യയിലൊരു യൂണിഫോം രാഷ്ട്രീയത്തിന് മുസ്ലിം സ്പേസിൽ ഒരു സാധ്യതയില്ല, പ്രായോഗികവുമല്ല. ഓരോ സ്റ്റേറ്റ് വൈസിലുള്ള മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ഭാവനകൾ ആദ്യം സ്വയം സംഘടിതരാവുക എന്നുള്ളൊരു പ്രമേസ് വെച്ചിട്ടാണ് മുന്നോട്ട് പോവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സെക്യുലറിസത്തിന്റെ ബേർഡൻ മുസ്ലിങ്ങൾക്ക് മേൽ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അത് മുസ്ലിം സംഘാടനത്തിന്റെ കാര്യം വരുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് BJP പലപ്പോഴും പറയും മജ്ലിസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് B ടീം. എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ BJP-യെയും കോൺഗ്രസിനെയും എതിർക്കുന്ന ഒരു സമീപനം മജ്ലിസിന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പിന്നെ ഏത് രൂപത്തിലാണ് ഈ മജ്ലിസ് കോൺഗ്രസ് തമ്മിൽ ഇത്തരം ഒരു സ്ട്രൈഫ് അതല്ലെങ്കിൽ ഇത്തരം ഒരു ഫൈറ്റ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇതിനൊരു പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഹൈദരാബാദ് പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്ന സമയത്ത് ഇന്ത്യയിൽ യൂണിഫൈ ചെയ്യുന്നതിന് മുൻപ് അവിടുത്തെ മജ്ലിസിന്റെ ആവശ്യം എന്ന് പറയുന്നത് അതിനെ ഒരു ഓട്ടോണോമസ് മുസ്ലിം പ്രൊവിൻസായി നിലനിർത്തുക എന്നുള്ളതും ഹൈദരാബാദ് സ്റ്റേറ്റിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസിന്റെ ആവശ്യം എന്ന് പറയുന്നത് ലാർജർ ഇന്ത്യയോട് ലയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ കോൺഗ്രസ് മജ്ലിസ് തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അതായിരിക്കാം ഒരു പക്ഷേ ഇന്നത്തെ ലാർജർ കോൺടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും മജ്ലിസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ വി വോണ്ട് ബിലീവ് എന്നുള്ളൊരു സ്റ്റാൻഡ് എടുക്കുന്നത്. അപ്പം നമ്മൾ മുസ്ലിം പക്ഷം ആദ്യം യൂണിഫൈ ചെയ്താലേ ബാക്കിയുള്ള യൂണിഫിക്കേഷനെ കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് മുസ്ലിം യൂണിഫിക്കേഷൻ നിർബന്ധമാണ്. അപ്പം മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ നമ്മളിപ്പോൾ മറ്റുള്ള സെക്ടറുകളായിട്ടും പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് സംവാദങ്ങൾ നടക്കുകയാണ്. അവരെന്തെങ്കിലും ഒന്ന് കൊണ്ടുവരുമ്പോഴേക്ക് നമ്മൾ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പോഴേക്ക് അവർ നശിപ്പിക്കുന്നു, എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നു. ഇങ്ങനെ ഇത്രയും സംവാദം നടക്കുന്ന സെക്ടറുകൾ തമ്മിൽ ഫൈറ്റ് നടക്കുന്ന ഒരു ഇപ്പം കേരളം തന്നെ എടുക്കാം. ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് അങ്ങനെ ഒരു യൂണിറ്റ് സാധ്യമാണോ? ഇത്രയും ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു യൂണിറ്റ് സാധ്യമാണോ? അതൊരു പോസിബിലിറ്റി ആണോ എന്നുള്ളതാണ്. വളരെ സാധ്യമാണ് എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഇപ്പൊ കേരളമാണ് അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ. കേരളത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ മത രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ ഉദാഹരണത്തിന് CAA പ്രൊട്ടസ്റ്റ് എല്ലാവരും അതൊരു ത്രെട്ടായിട്ട് ഏറ്റെടുക്കുകയും ഒരു കക്ഷി രാഷ്ട്രീയ ഭിന്നതകളും ഇല്ലാതെ എല്ലാവരും രംഗത്ത് വരികയും ചെയ്തു. അപ്പൊ ഇതൊരു പ്രശ്നമാണ്. നമ്മുടെ ഒരു മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയാണ് എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാധ്യമാവുന്നതാണ്. പിന്നെ പുറത്തും ഇപ്പം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഒക്കെ രൂപീകരിക്കുന്ന കാലത്തും ഇതിനേക്കാൾ ശക്തമായ ദൈവബന്ദി, ബറേൽവി ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു ഉമ്മത്ത് എന്നുള്ളൊരു ഭാവനയെ സാധ്യമാക്കാൻ അന്നത്തെ നേതാക്കന്മാർക്കും അത് ഉൾക്കൊള്ളാൻ അന്നത്തെ ആളുകൾക്കും സാധ്യമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം. ഇതില് ഈ ഒരു വിഷയത്തിനോട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോ ഹിലാൽ അഹമ്മദ് നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോ ഉമ്മത്ത് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് മുസ്ലിങ്ങൾ ഏത് രൂപത്തിലാണ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ളത് പ്രാക്ടിക്കലി മുസ്ലിങ്ങൾ വല്ലാതെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് ഉമ്മത്തിനെ പറയാറുള്ളത്. പലപ്പോഴും റിലീജിയസ് ടോക്കുകളിൽ, സംസാരങ്ങളിൽ, ഗാദറിങ്സിൽ മാത്രം വരുന്ന പ്രാക്ടിക്കലി ലെസ് റെലവന്റ് ആയ ഒരു അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് മോഡൽ ഉപയോഗിക്കുന്ന ഒരു ടേം ആയിട്ടാണ് ഉമ്മത്തിനെ പലപ്പോഴും പറയാറുള്ളത്. ഇപ്പോൾ ആ ഒരു ചോദ്യത്തിനോടുള്ളൊരു എൻ്റെ ഒരു തിങ്കിങ് എന്ന് പറയുന്നത്, മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എല്ലാ സമൂഹങ്ങളും
എന്താണ് ഹോമോജീനസ് കമ്മ്യൂണിറ്റീസ് അല്ല എന്നുള്ളതാണ്. ഇവിടെ മറ്റ് സമൂഹങ്ങളുണ്ട്, ആ സമൂഹങ്ങളെല്ലാം ഹെട്രോജീനസ് ആണ്. അതുപോലെ തന്നെയുള്ള ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ. അപ്പോ ഇവിടുത്തെ ഒരു ഫൈറ്റ് എന്ന് വെക്കുന്നത് ഒരിക്കലും 80% വേഴ്സസ് 20 എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷനിൽ സംഭവിക്കുന്നതല്ല. അപ്പുറം ഒരു എന്തെങ്കിലും തരത്തിൽ നമുക്കൊരു ഒരു പ്രൊപ്പോർഷനെ, അതായത് നമ്മൾ ബ്ലോക്ക് ആവണം എന്ന് പറയുന്ന സമയത്ത് നമുക്കെതിരെ ബ്ലോക്ക് അല്ല ഓൾറെഡി ഉള്ളത്. അപ്പൊ അത്തരം ഒരു ബ്ലോക്കിന്റെ ഇമാജിനേഷനിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇൻഹറന്റ്ലി എല്ലാ കമ്മ്യൂണിറ്റീസും ഹെട്രോജീനസ് ആണ്, അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഹെട്രോജീനസ് ആണ്. അതൊരിക്കലും പൊളിറ്റിക്കൽ സംഘാടനത്തിന് തടസ്സമാവില്ല എന്നുള്ളതാണ്. നമ്മളിടയിൽ ഇപ്പം തർക്കുൽ മുവാലാത്തും, അതായത് ഇപ്പം നമ്മൾ ഫലസ്തീൻ്റെ വിഷയം തന്നെ വന്നപ്പം SSF സെപ്പറേറ്റ് ഒരു യാത്രയാണ്, അതായത് ഒരു ഐക്യദാർഢ്യ റാലി, മറ്റുള്ള ഒരു സെപ്പറേറ്റ്. നമ്മളൊരു ഇൻ കേസ് നമ്മളങ്ങനെ വരികയാണെങ്കിൽ തന്നെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഒരൊറ്റ ഒരു സംഘാടനത്തിന്റെ കീഴിലായിട്ട് ഒരു ഹെഡ്, മുസ്ലിംസ് എന്നൊരു ഹെഡിൽ വർക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് ഇവിടെ സാധിച്ചിട്ടുണ്ടോ? ഐ മീൻ മുമ്പുണ്ടായിരിക്കാം, ഇനി അങ്ങനെ ഒരു സിംഗിൾ ഹെഡിൽ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് കാണാൻ ഒരു സാധ്യത കുറവാണ്. ഫലസ്തീൻ വിഷയത്തിൽ പോലും അങ്ങനെ യോജിച്ച് എല്ലാവരും മുജാഹിദും ജബലിയും എല്ലാവരും ചേർന്ന് ഒരു ഫംഗ്ഷനിങ് നടന്നിട്ടുണ്ടോ? നടക്കുവോ? ഇതില് പിന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു കംപ്ലീറ്റ് റിലീജിയൻ ബേസ് ആയിട്ടുള്ള കൺസോളിഡേഷൻ ഏതെങ്കിലും ഒരു സെക്ഷൻ ഇന്ത്യയിൽ നടക്കുമെന്ന്. ഇപ്പൊ ഇന്ത്യയിലെ ഹിന്ദു നാഷണലിസം ഇതിന്റെ പീക്കിൽ എത്തിയിരിക്കുന്ന സമയത്ത് പോലും അവർക്ക് ഹിന്ദുക്കളുടെ ഒരു 50% ഓഫ് വോട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. മുസ്ലിങ്ങള് മോഡറേറ്റർ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം എന്ന 14% കാറ്റഗറി പറയുമ്പോഴും ഇറ്റ്സ് നോട്ട് എ ഹോമോജനസ് കാറ്റഗറി, അതൊരു ഹെട്രോജനസ് കാറ്റഗറിയാണ്. അതിലെല്ലാ ഡിവിഷൻസും ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഒരു പൊളിറ്റിക്കലി റെലവെന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. പൊളിറ്റിക്കലി റെലവെന്റ് കമ്മ്യൂണിറ്റി ആക്കുക എന്ന് പറയുന്നത് ഡസന്റ് മീൻ എവ്രി വൺ സ്റ്റാൻഡ് ടുഗദർ, എവ്രി വൺ വോട്ട് എൻ ബ്ലോക്ക്. അങ്ങനെയല്ല അതിന്റെ ഉദ്ദേശം വരുന്നത്. ഇപ്പോ കർണാടകയിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിംഗായത്ത് കമ്മ്യൂണിറ്റി ക്ലോസ് ടു 13 to 15% ആണ് അവരുടെ പോപ്പുലേഷൻ ഷെയർ വരുന്നത്. ഹൗ മച്ച് പൊളിറ്റിക്കൽ ക്ലൗഡ് ദേ ഗെറ്റ്? അവർക്ക് കിട്ടുന്നത് ഏകദേശം MLA-മാരുടെ 20 to 25% MLA-മാർ അവർക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ അർത്ഥം ലിംഗായത്ത് കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലോക്ക് ആയിട്ട് നിന്ന് വോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല. പക്ഷെ അവർക്ക് ആ പ്രഷർ സ്റ്റേറ്റിന്റെ മേൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ മുസ്ലിങ്ങളാണെങ്കിലും മുസ്ലിങ്ങൾ കേരളത്തിൽ ഇപ്പൊ ഒരു 10 വിഭാഗമായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും ഇഫ് ദേ ഹാവ് എ സ്ട്രാറ്റജി ഇൻ പൊളിറ്റിക്സ് ദേ വിൽ ഗെറ്റ് ദ ഔട്ട്കം. ആ സ്ട്രാറ്റജിയിലൂടെ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഇലക്ടോറൽ സിസ്റ്റം വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് ഇലക്ടോറൽ സിസ്റ്റം. കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ആണ് MP-മാരെ എലക്ട് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കൊണ്ടോട്ടി മണ്ഡലത്തിൽ ഇഫ് യു ഹാവ് 5,000 വോട്ട് നിങ്ങൾക്ക് കൊണ്ടോട്ടി മണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഇലക്ടോറൽ റിസൾട്ട് തീരുമാനിക്കാം. ഇവിടുത്തെ വോട്ട് എന്ന് പറയുന്നത് 4-5 ലക്ഷം വോട്ടേഴ്സ് ഉണ്ട്. ബട്ട് ഇഫ് യു ഹാവ് ഓൺലി 5,000 വോട്ട്, നിങ്ങൾക്ക് ആ വോട്ട് പെർസെന്റേജ് വെച്ചിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ 5,000 വോട്ട് വെച്ച് അവിടുത്തെ ഇലക്ഷൻ തീരുമാനിക്കാൻ കഴിയും. ഇങ്ങനെയാണ് ഒരു മൈനോറിറ്റി എവിടെയാണെങ്കിലും അവരുടെ പ്രഷർ ഉപയോഗിക്കുന്നത്. അതല്ലാതെ നമ്മളിപ്പോ എല്ലാവരും കൂടെ യൂണിഫൈ ചെയ്ത് എല്ലാവരും കൂടെ പിന്നെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ 29 കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മുസ്ലിങ്ങൾ ഏകദേശം 50% വരുന്നുള്ളൂ. 29 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 555. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എൻ ബ്ലോക്ക് ആയിട്ട് നിന്നാൽ പോലും യു ഗെറ്റ് ഓൺലി 29 MPs. അപ്പൊ ഇതാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ കർണാടക തന്നെയാണ് ശരിക്കും മുസ്ലിം പക്ഷത്ത് നോക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഉദാഹരണം. പ്രത്യക്ഷത്തിൽ BJP അവിടെ ഭരിക്കുന്നത് വളരെ കുറഞ്ഞ കാലമാണ്, ഒരു 5 വർഷമൊക്കെ. ഇന്ത്യയിൽ ഗുജറാത്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് മുസ്ലിം MLA-മാരെ അയച്ചിട്ടുള്ളത്, ജയിപ്പിച്ചിട്ടുള്ള സ്ഥലം കർണാടകയാണ്. ഗുജറാത്ത് കഴിഞ്ഞാൽ കോൺഗ്രസ് മൃഗീയമായിട്ട് ഭരിച്ച 12% മുസ്ലിം റെപ്രസെന്റേഷൻ, പ്രൊപ്പോർഷണലി 12%-ൽ മുസ്ലിം റെപ്രസെന്റേഷനുള്ള കർണാടകയിലാണ് ഏറ്റവും കുറവ്. വെറും 4% മാത്രമാണ് മൊത്തം ടോട്ടൽ MLA-മാരെ കണക്കെടുക്കുമ്പോൾ. ത്രൂ ഔട്ട് ദ ഇയർ, സ്വാതന്ത്ര്യത്തിന് ശേഷം വെറും 4% മാത്രമാണ്. അത് ഇപ്പൊ ലിംഗായത്ത് ലീഡർക്ക് മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പ് ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണം എന്ന് കർണാടകയിൽ ഒരു ലിംഗായത്ത് ലീഡർക്കും ഒക്കാലിക ലീഡർക്കും
ദളിത് ലീഡർക്കൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഒരു മുസ്ലിം ലീഡർക്ക് ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് പറയാൻ പറ്റൂല, അത് വർഗീയമാവും. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് സത്യത്തിൽ കൃത്യമായ ബാർഗൈനിങ്ങിലൂടെ കൂടെ പൊളിറ്റിക്കൽ പ്രഷറിലൂടെ നമുക്ക് മാറ്റാൻ പറ്റുക എന്നാണ്. ഓക്കെ, ഒരു ഫൈനൽ പോയിന്റിലൂടെ ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം, 1 മിനിറ്റ്. ഈ മുസ്ലിം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം മുസ്ലിം റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതിന്റെ അപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണ്, പൊളിറ്റിക്കൽ അജണ്ടയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുസഫർ നഗറിൽ റയറ്റ് നടന്ന സമയത്ത് അവിടുത്തെ ഏക MP മുസ്ലിമാണ്. ആ ഡിസ്ട്രിക്റ്റിൽ 3 MLA-മാരുണ്ട്. അവിടുത്തെ UP നിയമസഭയിൽ 60 മുസ്ലിം MLA-മാരുണ്ട്. ഈ MLA-മാർ ആരും എന്ത് ചെയ്തിട്ടില്ല എന്ന് വെച്ചാല് ഈ ഇഷ്യൂ നിയമസഭയിൽ കൊണ്ടുവരാനും നോക്കിയിട്ടില്ല, ഡിസ്കഷനിൽ ഒരു മേജർ പാർട്ടും നൽകിയിട്ടില്ല, ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള SP-യെ ക്വസ്റ്റ്യൻ ചെയ്യാനും നിന്നിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു നോമിനൽ നിങ്ങളുടെ പേരിലുള്ള ആരെങ്കിലും അവിടെ പോയതുകൊണ്ട് നോട്ട് ഗോയിങ് ടു സെർവ് യുവർ പർപ്പസ്. പക്ഷെ അവിടെ ഒരു പ്രഷർ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് ആണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കേരള നിയമസഭ ഡിബേറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു പേപ്പർ ചെയ്യുന്നുണ്ട്. അപ്പൊ കേരളത്തിലെ സ്വാഭാവികമായിട്ട് നമ്മളുണ്ട് എന്ന് പറയപ്പെടുന്ന മുസ്ലിം പ്രാതിനിധ്യം എങ്ങനെയാണ് ഇവിടുത്തെ സാമുദായിക വിഷയങ്ങളിൽ അവരുടെ ശബ്ദം നിയമസഭകളിൽ ഉണ്ടാവുന്നുണ്ടോ എന്നാണ്. അപ്പൊ ഞാൻ കേരളവും ബംഗാളും താരതമ്യം ചെയ്തിട്ടുള്ള ഒരു പഠനം. അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു റെപ്രസെന്റേഷൻ സ്വാഭാവികമായിട്ട് നിയമസഭകളിലെ ചർച്ചകളിൽ മുസ്ലിം വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ, പക്ഷെ കേരളം വ്യത്യസ്തമാണ്. കാരണം സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ MLA-മാര് തെരഞ്ഞെടുക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലങ്ങളിൽ നിന്നാണ്. പക്ഷെ UP-യിലോ ബീഹാറിലോ ഒന്നും അങ്ങനെ മുസ്ലിങ്ങൾ മാത്രമല്ലോ. ഇപ്പോൾ റിസർവേഷനുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എന്തുകൊണ്ട് സ്വയം സംഘാടനം എന്ന് ചോദിക്കുമ്പോൾ തന്നെയുള്ള ഉത്തരം അതാണ്. നമ്മള് ഇപ്പൊ കായികമില്ലത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ചേർന്നാ കായികമില്ലത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺഗ്രസിൽ ചേർന്നാ പോരെ എന്നൊക്കെ. അപ്പൊ കായികമില്ലത്ത് പറയുന്ന ഒരു മറുപടി, കോൺഗ്രസിൽ ചേർന്നാല് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാൽ അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ നിലപാട് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് എക്കണോമിക് റിസർവേഷൻ വരുമ്പോൾ വെറും 3 മുസ്ലിം MP-മാര് മാത്രം ഒബ്ജക്ഷൻ വരുന്നത്. അവർക്ക് അവരുടെ പോപ്പുലേഷനോട് പറയേണ്ടി വരും എന്നുള്ളൊരു ഭയത്തിന്റെ പുറത്താണ് അവസാനം. ഓക്കെ, കൺക്ലൂഡിംഗ് റിമാർക്സ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഇലക്ട്രൽ സിസ്റ്റം അതല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് ഏത് രൂപത്തിലാണ്, ഇതിന്റെ നേച്ചർ എന്താണ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് കൂടുതലായി എൻഗേജ് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ഒരു വേ ഫോർവേഡ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പ്രോസസ്സിന് ഇതിൻ്റെതായ ഫ്ലോസും അതുപോലെ പോസിറ്റീവ് സൈഡ്സ് എല്ലാം ഉണ്ട്. അതിനെ പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനനുസരിച്ചുള്ള പോളിസികൾ സ്ട്രാറ്റജികൾ വെക്കുക എന്നത് തന്നെയാണ് വേ ഫോർവേഡ് ആൻഡ് ഇറ്റ്സ് പോസിബിൾ ആസ് വെൽ. എല്ലാവർക്കും ഞങ്ങളെ ശ്രവിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് പോരായ്മകളിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.